ശബരിമല ആര് ഭരിക്കണമെന്ന് ചോദിച്ചാൽ ഇതിനേക്കാൾ മെച്ചം, അതായത് ഈ വിശ്വാസികൾ എന്ന് നടിക്കുന്ന കള്ളന്മാരെക്കാൾ മെച്ചം യഥാർത്ഥത്തിൽ നാസ്തികരായിട്ടുള്ള ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ ഭരിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൂടാതെ ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ താഴ്മൺ കുടുംബത്തേക്ക് അവിടെ നിന്ന് അടിച്ച് പുറത്താക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അതിന് ഉപോത്ബലകമായിട്ടുള്ള നിരവധി തെളിവുകൾ കൂടി പുതിയതായിട്ട് വന്നിരിക്കുന്നു. കൂടാതെ വാസു എന്ന് പറയുന്ന CPM-ൻ്റെ ഒരു നേതാവ് ജയിലിൽ കിടന്നയാൾ കൂടി ഇന്ന് ജാമ്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ചില കാര്യങ്ങൾ കൂടി വന്നിരിക്കുന്നു. അതെൻ്റെ പ്രേക്ഷകരോട് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. 2019 ദ്വാരപാലക ശില്പങ്ങളും കട്ടിടപ്പാളികളും നഷ്ടപ്പെട്ടു പോയതിലും അതിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ള അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതുമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നത്. അത് നമ്മുടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. കൂടാതെ അത് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പത്മകുമാറും വാസുവും വിജയകുമാറും ഒക്കെ ജയിലിൽ കിടക്കുന്നത്. പക്ഷെ അവരിൽ ചിലരൊക്കെ ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നു. ഇന്ന് വാസു ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം കുറ്റപത്രം 90 ദിവസത്തിനകം സമർപ്പിക്കാത്തതുകൊണ്ട് ലീഗലി തന്നെ ഈ പറയുന്ന ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടും. ആ ജാമ്യത്തിന് അവർ അർഹരാണ്. അതുകൊണ്ടാണ് ജാമ്യം കിട്ടിയിരുന്നത്. പക്ഷേ യഥാർത്ഥ പ്രധാനപ്പെട്ട കാര്യം, ഇതിനേക്കാൾ വലിയ അഴിമതികളും അവിടെ നേരത്തെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന പ്രധാനപ്പെട്ട കാര്യം. 2012 അവരൊരു ദേവപ്രശ്നം നടക്കുന്നു. ഈ ദേവപ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അതൊരു തട്ടിപ്പാണ്. അത്തരത്തിലുള്ളൊരു ദേവപ്രശ്നം നടക്കുന്നു. ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയ കാര്യമെന്ന് പറയുന്നത് കൊടിമരം ചിതലരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കൊടിമരം മാറ്റണമെന്നാണ്. പക്ഷേ കൊടിമരത്തിൻ്റെ താഴെ ചിതലരിക്കാൻ പോയിട്ട് ഈ പറഞ്ഞ പോലെ ആർക്കും അരിക്കാൻ പറ്റില്ല. കാരണം പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ താഴെ കോൺക്രീറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് കോൺക്രീറ്റ് ആണെന്ന് അറിയാത്ത ദേവപ്രശ്നക്കാരൻ, പുള്ളിക്കൊരു സാമാന്യ ബോധമില്ലാത്ത ഊരില്ലാത്ത ഒരാളായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാൾ എന്ത് ചെയ്യുന്നു, ഈ ദേവപ്രശ്നം വെക്കുന്നു. ദേവപ്രശ്നം വരുമ്പോൾ കൊടിമരം ചിതലരിച്ചു എന്ന് പറയുന്നു. പക്ഷെ അത് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിൽ എന്ത് സംഭവിച്ചാലും ചിതലരിക്കില്ല. പക്ഷേ ആ കൊടിമരം മാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നു. എല്ലാ അമ്പലങ്ങളിലും നിങ്ങൾ എടുത്തു നോക്കും, പുതിയ കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂ, അവർക്ക് കാശടിച്ച് മാറ്റാൻ പറ്റൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കൊടിമരം മാറ്റാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അതിലേക്ക് വേണ്ടി വരുന്ന ഗോൾഡ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു 3.2 കോടി രൂപ എന്ന് പറഞ്ഞാൽ 3,20,00,000 രൂപ വേണം എന്ന ആളുകൾ മനസ്സിലാക്കിയപ്പോൾ ഫിനിക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്പോൺസറെ തന്നെ കണ്ടെത്തുന്നു. ആ സ്പോൺസർ യഥാർത്ഥത്തിൽ ഈ 3,20,00,000 രൂപയും ഞങ്ങൾ തന്നെ സ്പോൺസർ ചെയ്തോളാം എന്ന് പറയുന്നു. അങ്ങനെ 3 തവണകളായിട്ട് അവരെന്ത് ചെയ്യുന്നു, ഈ പണം കൈമാറുന്നു ദേവസ്വം ബോർഡിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദേവസ്വം ബോർഡിന് പിന്നെ ഒരു പണപ്പിരിവ് നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അങ്ങനെ പണപ്പിരിവൊന്നും നടത്തേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ടോട്ടൽ ഇവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9,573 ഗ്രാം, അതായത് 9.573 കിലോഗ്രാം ഗോൾഡ് സംഘടിപ്പിക്കുന്നു. അതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്നത് അഭിഭാഷക കമ്മീഷൻ എന്നായിട്ടുള്ള ASP കുറിപ്പ് കൂടിയാണ്. ഈ ASP കുറിപ്പ് എന്ന് പറഞ്ഞാൽ ഈ കൊടിമര പ്രതീക്ഷ നടത്തുന്നതിന് വേണ്ടി ഒരു മേൽനോട്ടത്തിന് വേണ്ടി അവിടെ മേൽനോട്ടം നടത്തുകയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കാനും വേണ്ടി ഒരാളെ നിയോഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അഭിഭാഷക കമ്മീഷൻ എന്നാണ്. പക്ഷെ ഇദ്ദേഹം ആ പേര് തന്നെ ഒന്ന് പുതുക്കിയിട്ട് എല്ലാവരോടും അഭിഭാഷക കമ്മീഷണർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ASP കുറിപ്പ് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് കൂടി മുൻകൈ എടുക്കുന്നു. ഇത് കൂടി വരുന്നു. ഈ ASP കുറിപ്പാണെങ്കിലും ഇതാണെങ്കിലും ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം, ഈ തന്ത്രി എല്ലാത്തിനും സമ്മതിക്കുന്നുണ്ട്. കാരണം തന്ത്രിമാർ സമ്മതിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും ഇതൊന്നും നടക്കില്ല, ഒരു ഇല പോലും അവിടെ തന്നെങ്കില്ല. അപ്പോൾ തന്ത്രിയാണ് ഇതിൽ ഏറ്റവും വലിയ കള്ളൻ. പുള്ളി കൂടി എന്ത് ചെയ്യുന്നു, സമ്മതിക്കുന്നു. ഈ താഴ്മൺ കുടുംബത്തേക്ക് അവിടെ നിന്ന് പടിയറച്ച് പിണ്ഡം വെക്കേണ്ടതാണ്, പുറത്തേക്ക് പറഞ്ഞുകൊണ്ടതാണ്. അപ്പോൾ അദ്ദേഹം വെക്കുന്നു. അതിൽ ഈ പറയുന്ന പോലെ 9,161 ഗ്രാം എന്ന് പറഞ്ഞാൽ 9.161 കിലോഗ്രാം ഗോൾഡ് കസ്റ്റംസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. എറണാകുളം കസ്റ്റംസിൻ്റെ കയ്യിൽ നിന്നാണ്. കൂടാതെ ഇപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം, കോൺട്രിബ്യൂഷനായിട്ട് 412 ഗ്രാം കൂടി എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. അപ്പോൾ അതിൽ തന്നെ ഈ 412 ഗ്രാം കൂടി കിട്ടുമ്പോൾ ഉപയോഗിക്കുന്നത് 9.34 കിലോഗ്രാം സ്വർണം മാത്രമാണ്. ബാലൻസ് ഉള്ള 233 ഗ്രാം ഉണ്ട്. ആ 233 ഗ്രാമിൽ ചില കാര്യങ്ങൾ, താഴികക്കുടം, അതുപോലെയുള്ള പണിക്കുറവ്, ഇത്തരം കാര്യങ്ങൾക്ക് താഴികക്കുടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ പണിക്കുറവിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ബാലൻസ് ഉള്ള 116 ഗ്രാം ഉണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇവർ ഒരാവശ്യമില്ലാഞ്ഞിട്ട് പോലും 412 ഗ്രാം പല ആളുകളിൽ നിന്നും സംഭാവനയായി സ്വീകരിക്കുന്നു. അതിൽ നമ്മുടെ സുരേഷ് ഗോപിയുണ്ട്, ഷാജി കൈലാസുണ്ട്, രഞ്ജി പണിക്കറുണ്ട്. ഇത്തരത്തിലുള്ള ആ സിനിമാക്കാരുടെയൊക്കെ കയ്യിൽ നിന്ന് പലതരത്തിലുള്ള സ്വർണവും സ്വീകരിക്കുന്നു. ഇനി ആ സ്വീകരിച്ച സ്വർണത്തിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് 2017 മഹസറിൽ, അതായത് ഒന്നാമത്തെ മഹസറിൽ നടനും ഭക്തരിൽ നിന്നും 80.490 ഗ്രാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 80.490 ഗ്രാമാണ് സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ മഹസറിൽ വരുമ്പോഴേക്കും 246.520 ഗ്രാം എന്ന് സ്വീകരിക്കുന്നു. പക്ഷേ ഇതിനെല്ലാത്തിനും കണക്കൊന്നുമില്ല, ആളെ തന്നെന്നുള്ള പേരില്ല, ഭക്തർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ
കഴിഞ്ഞ ദിവസം അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന അജയ് തറയിൽ പറഞ്ഞത് കൊടിമരത്തിന് വേണ്ടി ഞങ്ങൾ ഒരു ആളുടെ കയ്യിൽ നിന്ന് പോലും സ്വർണം പിരിച്ചിട്ടില്ല, മേടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ചില ദൃശ്യങ്ങളിൽ കാണുന്നത് നിരവധി ആളുകൾ ഈ സ്വർണ്ണമൊക്കെ ഒരുക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം കയ്യിലെ മോതിരവും മാലയും ഒക്കെ അടക്കം കൊടുക്കുന്നതാണ്. അങ്ങനെ ഇവർ നിരവധി കൊള്ള, അതായത് ഈ പറയുന്ന 412 ഗ്രാമൊന്നുമല്ല, അതിൻ്റെ ഒരു 3 ഇവർ പിരിച്ചെടുത്തിട്ടുണ്ടാവും. ആ പിരിച്ചെടുത്തത് വെച്ച് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, പുട്ടടിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ ഈ ASP കുറുപ്പ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഗോപുരമണികൾ മാറ്റണം, 4 ദീപസ്തംഭങ്ങൾ മാറ്റണം, ഗ്രാനൈറ്റ് ഈ പറയുന്ന പോലെ ഫ്ലോറിംഗ് മാറ്റണം, അതുപോലെ നിരവധി ഈ പറയുന്ന പോലെ താഴികക്കുടങ്ങൾ മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പദ്ധതികൾ അവിടെ കൊണ്ടുവരികയും ഇതിൻ്റെ പേരിലൊക്കെ തന്നെ നിരവധി ആളുകളെ വിളിച്ച് പണപ്പിരിവും അതുപോലെ തന്നെ ഗോൾഡുമായിട്ടൊക്കെ തന്നെ പിരിവ് നടത്തുകയും ആ പിരിവിനൊന്നും തന്നെ റെസീപ്റ്റും അതുപോലെ ഡോക്യുമെൻസും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥേഷ്ടം അവിടെ കൊള്ളയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇത്തരത്തിൽ കൊള്ള നടന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ സംഭവിക്കാനുള്ള കാര്യം, ഇതിൽ വലിയ കൊള്ള നടന്നിട്ടുണ്ട്. ഈ കൊള്ളകളൊക്കെ തന്നെ ഇപ്പോൾ LDF പോലുമല്ല, LDF കാലത്തായിരിക്കും കുറച്ച് നടന്നുണ്ടാവുക, കുറച്ചുകൂടി കൂടുതൽ നടന്നുണ്ടാവുക UDF കാലത്തായിരിക്കും. ഇതെല്ലാം തന്നെ തിരിഞ്ഞു കൊത്തും വലിയ ബൂമറാങ്ങായി മാറും എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. അന്നൊക്കെ ഒരുപാട് പേരെന്നെ കുറ്റപ്പെടുത്തിയിരുന്നു, നിങ്ങൾ വരെ കോടതി വിധികൾ വായിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ചില വലിയ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ അജയ് തറയിലെ ഉടനെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കും. വിജിലൻസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഏതാണ്ട് ഈ 2007 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് കയറിയത് എന്നുള്ളത് അജയ് തറയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കൊള്ളകളുടെ കൊള്ളയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഒന്നിനും ഒരു കയ്യും കണക്കൂല. നാട്ടുകാരെല്ലാം പണമടി പിരിച്ചെടുത്ത് ഇവരെല്ലാം സസുഖം വാഴുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് യഥാർത്ഥത്തിൽ UDF തിരിഞ്ഞുകൊത്താൻ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം.